അർഷി ടേസ്റ്റി റോഡ്സിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മിൽക്ക് മെയ്ഡാണ്. ഹോം മെയ്ഡായിട്ട് നമുക്ക് പെട്ടെന്ന് മിൽക്ക് മെയ്ഡ് തയ്യാറാക്കാം. നമ്മൾ പുറത്തുനിന്ന് കാശൊന്നും കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളാണ്. ആ സെയിം ടെക്സ്ചറിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും അതുപോലെ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സിമ്പിളാണ് മിൽക്ക് മെയ്ഡ്. 2-3 മിനിറ്റ് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതാണ്. അതുപോലെ നമ്മൾ പായസം പിന്നെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. നല്ലൊരു ടേസ്റ്റാണ് ഇത് പായസത്തിലും പുഡിങ്ങിലൊക്കെ യൂസ് ചെയ്താൽ. അപ്പം നമ്മൾ അതിന് വേണ്ടി ഇനി കാശൊന്നും കൊടുത്ത് വാങ്ങണ്ട, സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കുക എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് 1 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ പാൽ വെച്ചിട്ടും ചെയ്യാം. പാൽപ്പൊടിക്ക് പകരം പാലെടുത്താൽ മതി. പിന്നെ ഞാനൊരു 2 ടീസ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ്. പിന്നെ വേണ്ടത് നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് വെള്ളം. ഇതൊക്കെ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ഒരു തവ വെച്ചൊന്ന് ഉടച്ചെടുക്കുക. നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ലോ ഫ്ലെയിമിൽ വേണം ഇടാൻ. ഒട്ടും തന്നെ ചൂട് കൂടുതലാവാൻ പാടില്ല. അപ്പോൾ വളരെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ടൊരു 2 മിനിറ്റ്സ് ഇങ്ങനെ മിക്സ് ചെയ്യണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാൽ വേണമെങ്കിൽ എടുക്കാം. പാലാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ വാട്ടർ ഒഴിക്കുന്നത് മാറ്റണം. വാട്ടർ ഒഴിക്കാൻ പാടില്ല. അപ്പോൾ അതുപോലെ പാൽപ്പൊടിയും ആഡ് ചെയ്യണ്ട, പാൽ മാത്രം മതി. പിന്നെ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കട്ടകളൊന്നും ഇല്ലാതെ സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമുക്കിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഒരു 2 or 3 മിനിറ്റ്സ് മിക്സ് ചെയ്യാം. ഒരു നല്ലൊരു തിക്നെസ്സിൽ വരുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മിനിമം എന്ന് പറയുന്നത് 2 മിനിറ്റ്സ് ആണ്. അതിൽ കൂടുതൽ വെക്കണ്ട, 2 or 3 മിനിറ്റ്സ് മതി. ഇപ്പോൾ ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് നമുക്ക് ഇതൊന്ന് കൂളാവാൻ മാറ്റി വെക്കാം. അപ്പോഴാണ് കറക്റ്റ് അതിൻ്റെ ടെക്സ്ചർ കിട്ടത്തുള്ളൂ. ഓഫ് ചെയ്തിരിക്കുന്ന സമയത്ത് കിട്ടൂല. ഫ്ലെയിം ഓഫ് ചെയ്ത പാട് നമുക്ക് കുറച്ചൊരു ലൂസായിട്ടാണ് കാണുക. ഇതിപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. 30 മിനിറ്റ്സ് ഞാനിവിടെ റെസ്റ്റ് ചെയ്ത് വെച്ചതാണ്. നല്ല അടിപൊളിയായിട്ടുള്ള നമ്മൾ മിൽക്ക് മെയ്ഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ആരും പൈസ കൊടുത്ത് ഷോപ്പിൽ നിന്നൊന്നും വാങ്ങണ്ട. നമുക്ക് വീട്ടിൽ തന്നെ 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മിൽക്ക് മെയ്ഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ കമൻസൊക്കെ പറയുക. അതുപോലെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായി വരുന്നവരേക്കും ബൈ.